നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായി എത്തിയ ശക്തമായ മഴ നെൽകർഷകർക്ക് സമ്മാനിച്ചത് കനത്ത പ്രഹരം. ആറ്റുനോറ്റു കൊയ്തിട്ട കറ്റകൾ ഒറ്റ രാത്രി കൊണ്ട് വെള്ളത്തിലായപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് കർഷകർ. കുന്നപ്പള്ളി കൊല്ലങ്കോട് പാടശേഖരത്തിൽ മാത്രം 12 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിലായി. പ്രതീക്ഷിക്കാതെ എത്തിയ മഴയോടൊപ്പം കണ്ണീർ ചാലിട്ട് ഒഴുകുകയാണ് കർഷകരുടെ മിഴികളിൽ. പാലൂർ തൈപ്പൂയ രഥോത്സവം 2024 ജനുവരി 18 മുതൽ 26 വരെ. ഓർമ്മയിലൊന്നും ധനുമാസത്തിൽ മഴ പെയ്ത കാലമില്ല. പക്ഷേ ഇത്തവണ കാലം തെറ്റി. പ്രതീക്ഷിക്കാതെ എത്തിയ കനത്ത മഴയിൽ കുത്തിയൊലിച്ചു പോയത് കർഷകരുടെ അധ്വാനവും പ്രതീക്ഷയുമാണ്. ഇത്തവണത്തെ നെൽകൃഷിയിൽ ബാക്കിയായത് നഷ്ടവും കണ്ണീരും അധ്വാനവും മാത്രം. നെൽകർഷകരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചാണ് മഴ രാത്രിയിൽ അറിഞ്ഞു പെയ്തത്. കുന്നപ്പള്ളി കൊല്ലക്കോട് പാടശേഖരത്തിൽ മാത്രം 12 ഏക്കർ സ്ഥലത്തെ നെൽകൃഷിയാണ് വെള്ളത്തിലായത്. കൊയ്തിട്ട കറ്റകളും കൊയ്യാൻ പാകമായ കതിരുകളും മെതിച്ചിട്ടവയുമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നനഞ്ഞു കുതിർന്ന ഉപയോഗശൂന്യമായി. അപ്പോൾ ഇപ്പോൾ ഈ മഴ പിടിച്ചിട്ട് കൊയ്ച്ചിനൊക്കെ വളരെ ബുദ്ധിമുട്ട് വന്നു. ഒരുപാട് ഇതായിപ്പോയി, ഒരുപാട് ചിലവുണ്ട്. അത്രേ ഉള്ളൂ. മഴ അറിഞ്ഞില്ല, പെട്ടെന്നുള്ള മഴയല്ലേ, അതുകൊണ്ട് അറിഞ്ഞില്ല. മഴ രാത്രിയാണ് പെയ്ത്. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ അറസ്റ്റ് വെള്ളമില്ല. പിന്നെ കൃഷി ഓഫീസറൊക്കെ ഇന്നലെ വന്നു നോക്കി, എന്തെങ്കിലും പരിഹാരം കാണുമെന്ന് അറിയാൻ വേണ്ടി. അത്രേ ഉള്ളൂ. വൈകുന്നേരത്തോടെ മഴ മുന്നറിയിപ്പുകൾ കണ്ടിരുന്നുവെങ്കിലും പാടത്ത് മെതിച്ചിട്ട കറ്റകളും കൊയ്യാനായ കതിരുകളും എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാതെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു. കാറും കോളും നിറഞ്ഞ് മഴ പെയ്തപ്പോൾ കർഷകരുടെ മനസ്സിലും ആധിയായി. ഒറ്റ രാത്രി കൊണ്ട് മഴ തിമിർത്ത് പെയ്തപ്പോൾ പിറ്റേന്ന് പാടശേഖരത്തിലെത്തിയ കർഷകരെ വരവേറ്റത് വെള്ളത്തിൽ മുങ്ങിയ കറ്റകളാണ്. അധികവും വെള്ളത്തിൽ കുത്തിയൊലിച്ചുപോയി. ശേഷിച്ചവ വെള്ളത്തിൽ നിന്നും വാരിയെടുത്ത് ഉണക്കാനിട്ടു. രാത്രിയാണ് ഞങ്ങൾ വാതിൽ തുറന്നുമ്പോൾ പെരും മഴയാണ്. അത് പുള്ള് പിന്നെ വള്ളത്തിലാണ് ഞങ്ങൾ കൊയ്തിട്ടത്, പിന്നെ തച്ചിട്ടതും ഒക്കെ വള്ളത്തിലായി ആകെ മൂടി കിടക്കുന്നു. പിന്നെ ഞങ്ങൾ കുറെ ഒലിച്ചു പോയി. ബാക്കിയെല്ലാം എടുത്ത് ഞങ്ങൾ ഉണക്കാനൊക്കെ ഇട്ട് വൈക്കോലൊക്കെ കൂട്ടിയിട്ടതല്ലായിരുന്നു, അതൊക്കെ ആവിച്ച് ആകെ കേട് വന്നിക്കണു. അതിന് ഇപ്പം രണ്ടാമത് എടുത്ത് പരത്താൻ അതിനൊക്കെ കൂടുതൽ ചിലവാണ് ഞങ്ങൾക്ക്. അങ്ങനെയല്ല ഗതികളൊക്കെയാണ്. ഒരു 12 ഏക്കറോളം ഞങ്ങളിവിടെ ഒരു 4 ആൾക്കായിട്ടുണ്ട്. അത് എല്ലായിടത്തും ഇതാണ് അവസ്ഥ, ഒക്കെ കേട് വന്നിക്കാണ്. ഇനി നെല്ലൊക്കെ ഉണക്കാനൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ പ്രതീക്ഷയിലായി ഇരട്ടി ചെലവാണ് ഇതിന്. കൊല്ലക്കോട്ട് പാടത്ത് കൃഷി ചെയ്ത മംഗലത്ത് മുഹമ്മദ് അലി, തട്ടാരക്കാട്ടിൽ അബ്ബാസ്, ഷമീർ ബാബു പുതുക്കുടി, കക്കാട്ടിൽ ബുഷറ, അങ്ങേതിൽ ഹംസ, ചാത്തൻ അമ്പലപ്പറമ്പിൽ തുടങ്ങിയ കർഷകരുടെ അധ്വാനവും പ്രതീക്ഷയുമാണ് കാലം തെറ്റിപ്പെയ്ത പേമാരിയിൽ ഒലിച്ചുപോയത്. ലക്ഷങ്ങളുടെ നഷ്ടത്തിനു പുറമെ അധ്വാനവും ഏറെയാണ്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. സർക്കാരിൽ നിന്നും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തുടരുകയാണ് കർഷകർ. പലരും വായ്പയെടുത്തും കടം വാങ്ങിയുമൊക്കെയാണ് കൃഷി ചെയ്തത്. ഓർമ്മ വെച്ച നാൾ തൊട്ട് കൃഷി ചെയ്യുന്നവർക്ക് ആകെ അറിയാവുന്ന തൊഴിലും. കാലം തെറ്റിപ്പെയ്ത പേമാരി സംഹാര താണ്ഡവമാടി ശേഷിച്ചവയിൽ നിന്നും ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമത്തിൽ കുതിർന്ന കറ്റകളിൽ നിന്നും പ്രതീക്ഷയുടെ നെൽമണികളെ മെതിച്ചെടുക്കുകയാണിവർ. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.